മനസ്സിൻ്റെ ഭാഗമാണ്. ഇന്ന് പലരും മതേതരത്വത്തെക്കുറിച്ച് പറയാറുണ്ട്. ഞങ്ങളൊക്കെ അതിൻ്റെ വക്താക്കളാണ്. എനിക്കറിയാവുന്ന പല ആളുകളും മതേതരത്വത്തെക്കുറിച്ച് പറയുമ്പോൾ അവിടെ ഉള്ളിൽ ചിലപ്പോൾ എന്തെല്ലാം ഇരിക്കുന്നു എന്നും മനസ്സിലാക്കാൻ കഴിഞ്ഞിട്ടുണ്ട്. എന്നാൽ മതേതരത്വം അതിൻ്റെ മുഴുവൻ അർത്ഥത്തിലും ഉൾക്കൊണ്ടുകൊണ്ട് പ്രവർത്തിച്ച ഒരാളാണ് CH എന്ന് എനിക്ക് ആത്മാർത്ഥമായി വിശ്വാസത്തോട് പറയാൻ സാധിക്കും. അദ്ദേഹത്തിൻ്റെ ബുദ്ധി അപാരമായ ബുദ്ധിയാണ്. വലിയൊരു പണ്ഡിതനല്ല, വലിയൊരു സ്കോളറല്ല. പക്ഷേ പാണ്ഡിത്യം എന്താണെന്നുള്ളത് അതിൻ്റെ ശരിയായ അർത്ഥത്തിലാണെങ്കിൽ ഏറ്റവും വലിയ പണ്ഡിതനായിരുന്നു CH. എത്ര പ്രയാസങ്ങളേറിയ പ്രശ്നങ്ങളുണ്ടായാലും ശരി, പരിഹാരം കണ്ടെത്തുന്ന കാര്യത്തിൽ എന്തൊരു കൂർമ്മബുദ്ധിയാണെന്നറിയാം. എന്ന് മാത്രമല്ല, ഞങ്ങളെ കൂടുതൽ അടുപ്പിക്കാനൊരു കാരണമുണ്ട്. ശരിയാണെന്ന് തോന്നുന്നത് തീരുമാനിക്കുന്നത് ചെയ്യുക. അതിൻ്റെ ഭവിഷ്യത്തുകളെക്കുറിച്ചൊന്നും ആലോചിച്ച് അല്ലെങ്കിൽ തല പുകഞ്ഞ് സമയം പാഴാക്കാറില്ല. എനിക്ക് തോന്നുന്നില്ല എപ്പോഴെങ്കിലും പിഴച്ചിട്ടുണ്ടെന്ന്. ഒരിക്കലും പിഴയ്ക്കാനിടയായിട്ടില്ല. അങ്ങനെ തൻ്റെ പ്രവർത്തനത്തിൽ താൻ ഉൾക്കൊള്ളുന്ന മുസ്ലിം സമൂഹത്തിൻ്റെ താല്പര്യവും അദ്ദേഹത്തിനുണ്ടായിരുന്നു എന്നുള്ളതും ഇന്ന് ആ സമുദായത്തിന് ഒരിക്കലും മറക്കാൻ സാധിക്കാത്ത സംഭാവന ചെയ്ത ഒരു വ്യക്തി മറ്റാരേക്കാൾ CH ആണ്. ആ സമുദായത്തിന് വേണ്ടി, സമൂഹത്തിന് വേണ്ടി പല പ്രവർത്തനം ചെയ്ത പലരും ഉണ്ട്. പക്ഷെ ഇന്ന് സാമ്പത്തിക രംഗത്തും അതോടുകൂടി തന്നെ അറിവിൻ്റെ കാര്യത്തിലും മറ്റ് ആളുകളോടൊപ്പം വളരാൻ ആ സമുദായത്തിന് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ CH മുഹമ്മദ് കോയ എന്ന ആ മഹൽ വ്യക്തി വിദ്യാഭ്യാസ വകുപ്പ് കൈകാര്യം ചെയ്തതിൻ്റെ ഫലമായിട്ടാണ്. ഫയൽ വന്നാൽ വളരെയധികം സമയമൊന്നും അദ്ദേഹത്തിന് വായിക്കേണ്ട. കണ്ണോടിച്ച് നോക്കിയാൽ മനസ്സിലാക്കും അദ്ദേഹത്തിൻ്റെ നർമ്മബുദ്ധി. സാഹിത്യത്തിൽ പണ്ഡിതനല്ലെങ്കിലും എൻ്റെ അഭിപ്രായത്തിൽ ഹാസ്യ സാഹിത്യത്തിന് അദ്ദേഹത്തിനുള്ള താല്പര്യം ചെറുതൊന്നുമായിരുന്നില്ല. എതിരാളികളെ തറച്ചു കെട്ടാൻ അദ്ദേഹം നർമ്മരസം തുളുമ്പുന്ന പ്രയോഗങ്ങൾ ആരെയും ആകർഷിക്കും, പലപ്പോഴും പൊട്ടിച്ചിരിപ്പിക്കും. ഒരുപക്ഷെ ആ പൊട്ടിച്ചിരിക്കുന്നത് ഈ ശരം കൊണ്ട് ആൾ തന്നെയായിരിക്കും എന്നുള്ള കാര്യമാണ് വളരെ ശ്രദ്ധേയമായിട്ടുള്ളത്. അത് അനുഭവിക്കുമ്പോഴും വേദനിപ്പിക്കാതെ അനുഭവിക്കും. പക്ഷേ അത് ബുദ്ധിയെ ആഴത്തിൽ സ്വാധീനിക്കുന്ന നടപടിയുമായിരിക്കും. വളരെ രസമായ സംഭവമാണ്. എന്നെക്കുറിച്ച് പറഞ്ഞൊരു പ്രയോഗം ഞാനിപ്പോൾ ഓർക്കുകയാണ്. ഞങ്ങളെ മന്ത്രിസഭാ രഹസ്യങ്ങൾ പുറത്തു പറയാൻ പാടില്ല എന്ന്, എങ്കിൽ പോലും ഒന്ന് ഞാൻ പറയട്ടെ. പ്ലാനിൽ സംഖ്യ നിശ്ചയിച്ച കൂട്ടത്തിൽ പൊതുമരാമത്ത് വകുപ്പിന് അല്പം സംഖ്യ കുറഞ്ഞുപോയി. അതിങ്ങനെ പിന്നെ ആ കാര്യം ചർച്ച ചെയ്തുകൊണ്ടിരിക്കുമ്പോഴേ എടുത്ത വഴിക്ക് CH പറയാം, നമ്മുടെ CM എന്തിനാണ് റോഡ്? അദ്ദേഹത്തിന് PWDയിൽ മാത്രം ഞാൻ ചോദിക്കുന്ന എല്ലാം അനുവദിക്കാറുണ്ട്. PWയുടെ കാര്യത്തിൽ, റോഡിൻ്റെ കാര്യത്തിൽ അദ്ദേഹത്തിന് താല്പര്യം കുറയുന്നുവെങ്കിൽ അതിൽ ഞാൻ എങ്ങനെ പറയും അദ്ദേഹത്തിന് യാത്ര ചെയ്യാൻ റോഡിൻ്റെ ആവശ്യമില്ല. രാഷ്ട്രീയക്കാർക്കിടയിലെ സാഹിത്യകാരനും സാഹിത്യകാരന്മാർക്കിടയിലെ രാഷ്ട്രീയക്കാരനുമായിരുന്നു CH. ലോക്സഭയിലെയും നിയമസഭയിലെയും റഫറൻസ് ലൈബ്രറികൾ അദ്ദേഹം ഏറ്റവും അധികം പ്രയോജനപ്പെടുത്തി. സമുദായത്തിനും സംഘടനയ്ക്കും നാടിനും വേണ്ടിയുള്ള കാര്യങ്ങൾക്ക് രാവില്ലാതെ പകലില്ലാതെ, ഊണില്ലാതെ ഉറക്കമില്ലാതെ രാജ്യത്തുടനീളം ഓടി നടക്കുന്നതിനിടയിൽ കുടുംബചിന്ത CHനെ ഒട്ടും തന്നെ അലട്ടിയില്ല. ഒരു രാഷ്ട്രീയ നേതാവ് എന്നുള്ള നിലക്ക് പരിചയപ്പെടുന്ന ഒരു പ്രായത്തിലായിരുന്നില്ല ഞാനും എൻ്റെ സഹോദരിമാരും എൻ്റെ പിതാവും ജീവിച്ച ആ കാലഘട്ടം. അതായത് ഞങ്ങളുടെ ചെറുപ്പമായിരുന്നു അത്. അതുകൊണ്ട് തന്നെ ഞങ്ങൾക്ക് അന്ന് എൻ്റെ പിതാവിൽ കാണാൻ സാധിച്ചത് വാത്സല്യനിധിയായ ഒരു പിതാവിനെയാണ്. അതിനായിരുന്നു ഞങ്ങൾ പ്രാമുഖ്യം നൽകിയത്. കിട്ടുന്ന ചെറിയ നിമിഷങ്ങൾ അതിനെ
നർമ്മോക്തി കൊണ്ട് ഞങ്ങളുടെ മനസ്സിൽ യുഗങ്ങളെ സൃഷ്ടിക്കാൻ സാധിച്ചിരുന്നു എൻ്റെ പിതാവിന്. പലപ്പോഴും ഞങ്ങൾ രാത്രി കിടന്നുറങ്ങിയതിന് ശേഷം വീട്ടിലെത്തുകയും